ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരുപാട് 140 വീതം 3 മുന്നണികൾ, പിന്നെ സ്വതന്ത്രന്മാർ. പക്ഷേ ഈ സ്ഥാനാർത്ഥികളിൽ ചിലർ താരങ്ങളായി മാറും. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് കാണുന്ന താരങ്ങൾ ആരൊക്കെയാണ്? ഒരു വലിയ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഉം. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ഈ താരങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഇത് നോക്കുമ്പോൾ മെയിനായിട്ട് ഈ പ്രധാനപ്പെട്ട മുന്നണികളിൽ വരുന്ന സ്ഥാനാർത്ഥികളായിരുന്നു നമ്മൾ താരമായിട്ട് ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അപ്പം സുരേഷ് കുറുപ്പ് ആദ്യമായിട്ട് മത്സരിക്കുന്ന സമയം വലിയ താരം എന്തിനോളമായിരുന്നു. അതേപോലൊരു താരത്തെ എൻ്റെ ഇത്ര നാളത്തെ അനുഭവത്തിനിടയിൽ ഒരു താര കാൻഡിഡേറ്റ് ഉണ്ടായിട്ടുണ്ടോ സംശയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പരിചയമുള്ള നമ്മളെ ഇപ്പം കേരളത്തിൽ അത്യാവശ്യം പിന്നെ കോഴിക്കോടും കണ്ണൂരും തുടങ്ങി തിരുവനന്തപുരം വരെ നമുക്ക് സുഹൃത്തുക്കളുണ്ട്. ഈ നമുക്കറിയാവുന്ന എത്ര സുഹൃത്തുക്കളാണ് ഈ പല സ്ഥലങ്ങളിൽ നിന്നും സുരേഷ് കുറുപ്പിൻ്റെ പ്രചാരണത്തിന് വേണ്ടി വന്നത് സ്വമേധയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ ആ താരത്തെ തല്ലിക്കെടുത്തി. അത് വേറെ കാര്യം. അപ്പോൾ ഇത്രയും കൂടുതലൊരു താരപദവി ഈ തെരഞ്ഞെടുപ്പുകളിൽ ആഘോഷിച്ച ഒരു വ്യക്തിത്വം സുരേഷ് കുറുപ്പ് തന്നെയായിരുന്നു, സംശയമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല അന്ന് ഇതുപോലുള്ള നമ്മുടെ ഈ പിന്നെ ഒരു എന്താ പറയുക മറ്റേ ഇന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൗഹൃദങ്ങൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. വിശേഷിച്ച് ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉള്ള ഇടപെടലുകളിലേക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് വരേണ്ടതുമാണ്. അക്കാലത്ത് ഈ പെൺകുട്ടികളെ ഇത് പറഞ്ഞ പോലെ വിവിധ കോളേജുകളിൽ നിന്ന് സ്വമേധയ വന്നിട്ട് കുറിപ്പിന് വേണ്ടി വരുന്ന ഒരു സംഗതിയാണ് ഈ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന കാണാമായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു താരപദവി പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ വന്നിട്ടുള്ളത് സുരേഷ് ഗോപി താരമായിട്ടാണല്ലോ വരുന്നത്. പക്ഷേ താരമായിട്ട് ആ താരമൂല്യം കൂട്ടി, തീർച്ചയായിട്ടും രാഷ്ട്രീയ താരവും കൂടിയായി. രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള താരത്തിനെ കുറിച്ച് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേ ശരിയാണ്. സുരേഷ് ഗോപി ആൾറെഡി സിനിമ ആ താരപദവി നമ്മുടെ നസീർ ഉണ്ട്, മുരളി ഉണ്ട്, മറ്റേ മുകേഷ് ഉണ്ട്, ഗണേഷ് കുമാർ. ഇവർക്കൊന്നും സുരേഷ് ഗോപിക്ക് കിട്ടിയ ആ ഒരു കിട്ടിയത് അതെ പൊളിറ്റിക്സിലേക്ക് വരുന്ന അതിനകത്തുള്ളൊരു താരപദവി ഉണ്ടല്ലോ. ഈ രണ്ട് വ്യത്യസ്തമാണ്. അതെ അല്ലേ? അപ്പോൾ സുരേഷ് കുറുപ്പിന് കിട്ടിയ ഒരു താരപദവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരൊക്കെ താരങ്ങളായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നതാണ്. രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് താരമാകുമ്പോഴാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആരും തന്നെ നമുക്ക് അങ്ങനെ ഒരു ആവേശപൂർവ്വം ആയിട്ടില്ല. മാത്രമല്ല എതിരാളികൾ പോലും സുരേഷ് കുറുപ്പ് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സമയമായിരുന്നു. അപ്പോൾ അതാണ് ആ രാഷ്ട്രീയത്തിലെ താരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെ ഇക്കുറി നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ദയനീയമായ ഒരു പിക്ചറാണ് നമുക്ക് രണ്ട് മുന്നണിയിൽ നിന്നും കിട്ടുന്നത്. അതായത് ഇപ്പോൾ LDF ആണെങ്കിലും UDF പ്രധാനമായിട്ടും ഇപ്പം ഈ മൂന്നാമത്തെ മുന്നണി എന്നുള്ള രീതിയിൽ ഒരു ട്രയാങ്കുലർ ഫൈറ്റിലേക്ക് പല മണ്ഡലങ്ങളിലേക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ NDA വന്നിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അതാണ്. അതായത് ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഈ മുന്നണിയിലെ ഒരു താരം NDA ആണ്. താരം തീർച്ചയായിട്ടും, കാരണം ഡിസൈഡിങ് ഫാക്ടറാണ്. അതെ, കാര്യം NDA മാറ്റി നിർത്തിക്കൊണ്ട് ഇനി നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP ഡോട്ട് ഡിസൈസീവ് ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഒരു മുന്നണി എന്ന നിലയിൽ NDA മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യമില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഈ LDF-ലും UDF-ലും എടുത്ത് നോക്കുക. ഇപ്പം ഒരു സിനിമാ താരമായിരുന്ന പിഷാരടി പാലക്കാട്ടേക്ക് പോയിട്ട് ശോഭയുടെ മുന്നിൽ കരിഞ്ഞു പോയി. അല്ലാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. തീർച്ചയായിട്ടും അവിടെയാണ് ഈ പൊളിറ്റിക്കൽ സ്റ്റാറും ഫിലിം സ്റ്റാറും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്, ഈ പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അവിടെ ഒരു ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് ഒരു മറ്റേ പൊളിറ്റിക്കൽ ഫണ്ടിൽ ഒരു സ്റ്റാർ ആവണം എന്നില്ല സാധനം. അതേസമയത്ത് ചില കേസുകൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ, ഇല്ലാന്നും പറയുന്നില്ല സാധനം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിപ്പം രണ്ട് മുന്നണിയിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്റ്റാറുകളെ നമുക്ക് കാണാനില്ല. മറ്റേത് ഇപ്പോൾ CPM ഇടയ്ക്കിടയ്ക്ക് വല്ല പരീക്ഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു. ചിലപ്പോൾ ചില സാഹിത്യകാരന്മാരെ നിർത്താറുണ്ടായിരുന്നു, പ്രൊഫസർമാരെ നിർത്താറുണ്ട്. അപ്പോൾ സാനു മാഷൊക്കെ എറണാകുളത്ത് മത്സരിച്ചു. ചെറുപ്പക്കാരെ പിള്ളേരെ ആരെയും അടുപ്പിച്ചില്ല. MLA ആവുന്ന എഴുതിയ പ്രചരണത്തിന് പോലും വരരുത് പറഞ്ഞ് ശിവൻകുട്ടിയുടെ എന്തോ പരിപാടി അതിനൊരു സീറ്റ് പോലും കൊടുത്തു. ശിവൻകുട്ടി ഇറക്കി വിട്ടു. കൊച്ചിനെ എടുത്തുകൊണ്ട് അത് പുറത്ത് ദൂരെ നിൽക്കുക കണ്ടായിരുന്നു. അപ്പം അവർ കൊണ്ടുവന്ന ഒരു ലോകതാരം നശിച്ചുപോയി. പിന്നെയുള്ളത് ആർഷോ, ചിന്താ ജെറോം, വസീഫ്, ഒറ്റ എണ്ണത്തിന് എടുപ്പിച്ചില്ല. കാരണം അവർ കുറെ കൂടെ യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്നു. കാരണം അവരുടെ യൂത്ത് ഒന്നിനും കൊള്ളില്ലെന്ന് CPM അല്ല, അവർ കുറെ കൂടെ യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്നു. കാരണം ഇവരെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന വോട്ട് പോകുന്നുള്ള സമ്പത്തൊക്കെ. പിന്നെ സമ്പത്തൊന്നും യുവാവല്ലല്ലോ.
ഭാവിക്കുന്നുണ്ടെങ്കിലും. ഉം. സമ്പത്തൊക്കെ ഒരു കാലഘട്ടത്തിൽ യുവാവും നല്ല പ്രാസംഗികനൊക്കെ ആയിരുന്നു. സമ്പത്തൊന്നും ഇപ്പൊ ആ ഒരു അപ്പൊ നിലയിലേക്ക് CPM വരുന്നത്. ന് കൊള്ളാവുന്ന യുവ സി നേതൃത്വം പി എമ്മിലേക്ക് യുവാക്കളെ കിട്ടുന്നില്ല. സി പി എമ്മിൽ യഥാർത്ഥത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി ഇപ്പൊ ഗോവിന്ദൻ മാഷിനെ കൊണ്ട് മാറ്റിയിരുത്തിയിട്ടുണ്ട് അല്ലേ? ആ ഗോവിന്ദൻ മാഷിന്റെ സ്ഥാനത്ത് ഇപ്പം പത്രസമ്മേളനം നടത്താനായിട്ട് എം സ്വരാജിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം സി പി എമ്മിനകത്ത് നിന്ന് ഇന്നിപ്പം അവർക്കൊരു തൃപ്തി ഉണ്ടാവുന്ന രീതിയിൽ സംസാരിക്കാൻ ശേഷിയുള്ള വ്യക്തി എം സ്വരാജാണ്. കാരണം അഹങ്കാരത്തിന്റെ ഭാഷയാണല്ലോ വേണ്ടത്. അദ്ദേഹത്തിന് അതായത് സി പി എം എപ്പോഴും അഗ്രഷനാണ്, ആക്രമിക്കലാണ്. അതായത് നാവ് വളച്ച് നമ്മുടെ പിന്നെ ഈ വോക്കൽ കോഡിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ആക്രമണത്തിന്റെ ഒരു സംഗതി, ആ ഒരു അമ്പ് പോലെ മറ്റുള്ളവനെ പോയി കൊള്ളണം. ഇതാണ് അവരുടെ ഒരു പോളിസി. അതൊന്നും താരമല്ല അവരൊന്നും. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, അവരുടെ ഏറ്റവും അവൈലബിൾ താരത്തെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് എം സ്വരാജ്. എം സ്വരാജിന്റെ പ്രത്യേകതയും ഈ ഒരു സ്ഥാനാർത്ഥിയില്ല, നമ്മൾ സ്ഥാനാർത്ഥികളെ കുറിച്ച് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ തമ്മിൽ ഭേദം അപ്പോൾ NDA ആണ്. രാഷ്ട്രീയത്തിലെ താരങ്ങളുടെ ഒരു അവസ്ഥയാണ്. ഇപ്പൊ കോൺഗ്രസിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാലും വളരെ കാണാനില്ല. പിന്നെ ഒരു താരം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിലാണ്, പേരാമ്പ്ര മണ്ഡലത്തില് തഹ്ലിയ. അത് ഒരു പൊളിറ്റിക്കൽ ഒരു താരപദവി അക്വയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അത് കേരളത്തിലൊക്കെ ശ്രദ്ധ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് വിഷയമാണെങ്കിൽ പോലും തഹ്ലിയ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, വളരെ ആർട്ടിക്കുലേറ്റീവാണ്, പിന്നെ റീസണബിളായിട്ട് സംസാരിക്കുന്നുണ്ട്. ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു ശ്രദ്ധ പിടിച്ച് നന്നായിട്ട് പറ്റുന്നു. കടുത്ത മതവാദിയാണ് എന്നൊരു ഇമേജും കൂടിയുണ്ട്. ഇമേജ് വരുന്നുണ്ട്. പക്ഷേ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വെൽഫെയർ പാർട്ടി ഒരു സ്വീകരണം വെച്ചപ്പോഴത്തേക്ക് അതിനകത്തേക്ക് പോകാതിരുന്നു. അപ്പോൾ അതൊരു സംഗതി അവിടെ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും നമ്മളുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു താരപദവി എന്ന് പറയുന്നത് ഇപ്പോൾ UDFിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഈ കാൻഡിഡേറ്റ് തഹ്ലിയാണ്, ഫാത്തിമ തഹ്ലിയാണ്. അതല്ലാതെ നമുക്ക് വേറെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരും നമുക്ക് പ്രത്യേകിച്ച് CPM ആരും തന്നെ ഇല്ല, ആരുമില്ല. NDAയിലാണ്. NDAയിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറെ പുതിയ താരങ്ങളും വന്നിട്ടുണ്ട്, പഴയ താരങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ആതിരാടി നായർ ഇപ്പൊ നിങ്ങളുടെ ശിഷ്യയായിരുന്നല്ലോ. അപ്പോൾ എനിക്കും പരിചയമുള്ള കുട്ടിയായിരുന്നു. ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ആതിര ഈ പറഞ്ഞതുപോലെ ഒരു തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. എത്രമാത്രം വോട്ട് ആതിര പിടിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് കേരളം മുഴുവൻ പോപ്പുലറായി കഴിഞ്ഞു. അപ്പോൾ ആതിര ഈ പറഞ്ഞ പോലെ ആതിരയുടെ പിന്നെ ആതിരയും ഈ പറഞ്ഞ ഇപ്പം ഈ നേതാക്കന്മാർക്കും ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി വേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി എത്ര ആശയപരമായ ഔന്നത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കൃത്യമായ ഉള്ളിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനും അത് ജനങ്ങൾക്കത് സ്വീകാര്യമാകാനുമുള്ള ഒരു ശേഷിയാണ്. അങ്ങനെയൊക്കെയാണ് ഈ ആതിരയൊക്കെ സ്റ്റാറായി വരുന്നത്. ആതിര ഇപ്പം 25 വയസ്സേ ഉള്ളൂ. എനിക്കൊന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആതിരയ്ക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിര കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. തൻ്റെ അറിവിനകത്ത് നിന്നുകൊണ്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അതിനകത്ത് ആശയക്കുഴപ്പമില്ല. അതേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവിടെയാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഓണസ്റ്റി എന്നൊരു സാധനമുണ്ട്. അല്ല, നമ്മൾ ഈ ഷൂട്ട് ചെയ്തതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയാണ്. വളരെ പോസിറ്റീവാണ് കുട്ടി. അതാ പറയുന്നത്. പിന്നെ മാത്രമല്ല, അത് പിന്നെ ആതിര ഒരു നല്ല നർത്തകിയാണ്, നല്ല ഗായികയാണ്, ശാസ്ത്രീയ സംഗീതമുണ്ട്. അപ്പോൾ അതുമൊക്കെ ഈ കയറി വരുന്നുണ്ട്. ഇപ്പം അതിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെയാണുള്ള ഒരു വ്യക്തിയുടെ പിന്നെ ക്വാളിറ്റി, അതല്ലെങ്കിൽ ആ ഒരു സ്റ്റാർ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആതിരയ്ക്ക് ഈ ഇപ്പം നാളെ ഏറ്റുമാനൂർ ജയിച്ചില്ലെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന ഒരു കാൻഡിഡേറ്റ് കേരളം അറിയുന്ന ഒരു താരമായിട്ട് ഇതിപ്പോ അമൃത ടെലിവിഷൻ MG ശ്രീകുമാറിനൊപ്പം ആതിര നയിക്കുന്ന ഒരു സംഗീത പരിപാടി തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ടെലികാസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞ ഏത് രാഷ്ട്രീയ കക്ഷിയിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ല നേതാക്കന്മാർ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന നമുക്കൊരു അങ്ങനെയാണല്ലോ ഡെമോക്രസി എപ്പോഴും എൻറിച്ച്ഡ് ആവുന്നത്. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ ചർച്ച സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു, കേരളത്തിന്റെ ഭാവി പ്രതീക്ഷ. തീർച്ചയായിട്ടും. മാത്രമല്ല ഒരു വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ സംഭാഷണങ്ങൾ കൊണ്ട് ഈ യുവാക്കളെയൊക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു യുവാവ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെയാണ് ഈ ഡെമോക്രസി രക്ഷപ്പെടുക. അല്ല, നമ്മൾ ഈ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ ആളുകളുടെ പൊതുജനത്തിന്റെ മുഖത്തിലും ശരീരത്തിലും ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ, ശരീരഭാഷ. അത് വളരെ പ്രകടമാണ്. ഞാൻ ആതിരയുടെ ഈ കലാശക്കൊട്ട് പരിപാടി നടക്കുമ്പോൾ ആതിര ഈ തുറന്ന വാഹനത്തിൽ പോകുന്നു. അപ്പം ഞാൻ സൈഡിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കാണാൻ വേണ്ടി
പോയിരുന്നു. അപ്പോൾ എതിർവശത്തൂടെ പോകുന്ന ബസ്സുകളൊക്കെ പോകുമ്പോൾ ആതിര കൈവീശും. അവിടെ ഇരിക്കുന്ന ഈ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ച പോലെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. അതെ അതെ വലിയ സ്നേഹത്തോടെ ഞാനൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന ഒരു കന്യാസ്ത്രീ പെട്ടെന്ന് തുറന്നിട്ട് ആ കൊച്ചിന് നേരെ കൈവീശുന്നു. അതെ അപ്പോൾ അതെ അവരൊന്നും ചിലപ്പോൾ ഒരു ഏറ്റുമാനൂരെ വോട്ടർമാരായിരിക്കില്ല, പക്ഷെ അവർക്ക് ഈ കുട്ടിയുടെ പക്കൽ എന്തോ ഉണ്ടെന്നൊരു തോന്നൽ. അല്ല അതാണ് കാരണം ഒന്നും ഇല്ലാതെ പറ്റത്തില്ലല്ലോ. ഈ ഒരു കാൻഡിഡേറ്റ് ഉം. അയാൾ മറ്റേ ആൾക്കാരിലേക്ക് ഒരു ഔട്ട്റീച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടായേ പറ്റൂ. അത് സ്വാഭാവികമാണ്. അപ്പോൾ ആതിരയ്ക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി. കറക്റ്റ് ടൈമിലാണ്. ഷീസ് 25 അറ്റ് ദ റൈറ്റ് ടൈം. ആ റൈറ്റ് ടൈമിലേക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഈ പറഞ്ഞ ഈ എക്സ്പീരിയൻസ് വളരെ വലുതല്ലേ. അതെ അതെ, അത് വലിയ എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ അകത്തുള്ള ഈ സാധനത്തിനെ ഊതിക്കാച്ചി പുറത്തെടുക്കാനായിട്ട് പറ്റിയൊരു നല്ലൊരു അവസരമല്ലേ. അതിലേക്ക് ഒരു വലിയൊരു ഒരു എന്താ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആതിരയാണ് ഏറ്റവും അവസാനം പ്രചാരണം തുടങ്ങിയ സ്ഥാനാർത്ഥി. ഓക്കെ അവിടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 10 ദിവസം കൂടെ പ്രവർത്തിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ആതിര ബഹുദൂരം മുന്നോട്ട് പോയത് ഇപ്പോഴുള്ളതിനേക്കാളും. അല്ല ഇപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നമ്മൾ ഏറ്റുമാനൂർ മണ്ഡലം ശ്രദ്ധിക്കപ്പെടുന്നത് വാസവന്റെ സാന്നിധ്യത്തെക്കാൾ ഉപരി ആതിരയുടെ ഒരു സാന്നിധ്യം യു ഡി കൊണ്ടാണ്. എഫ് പതുക്കെ പിന്നോട്ട് മാറി അവിടെ. ആ. ഇന്നലെ കലാശക്കുട്ടനും യു ഡി എഫ് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ വന്നില്ല. വാസവന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെ മാത്രം എൻ ഡി എയുടെ കൂറ്റൻ പ്രകടനമായിരുന്നു. അതെ അതെ മറ്റേ ക്രെയിനിലൊക്കെ അത് മാത്രമല്ല, എന്നിട്ട് വാസവന്റെ ഓഫീസിൽ നിന്ന് ഈ പത്ര ഓഫീസുകളിൽ വിളിച്ചു പറഞ്ഞു, അതായത് ഞങ്ങൾ അവിടെ വന്നത് 3 പഞ്ചായത്തുകളിലെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൂടെ ചേർത്തിട്ട് വാർത്ത കൊടുക്കണം. അല്ല അത് ഈ പറഞ്ഞ ഓളത്തിന്റെ ഒരു പ്രശ്നമാണ്. അതെ അതെ, മാത്രമല്ല വാസവനോട് നല്ല കംഫർട്ടബിൾ പിന്നെ മെജോറിറ്റി ഉള്ള വലിയ സ്വാധീനമുണ്ട്. സ്വാധീനമുള്ള വ്യക്തി സി പി എമ്മിന്റെ കോട്ടയാണ് പിന്നെ ഏറ്റുമാനൂർ. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ വാസവൻ ഒരു ഭീഷണി ഉയർത്തുന്നത് പോലെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് ആതിരയാണ്. നമുക്ക് വേറെ ഈ വേറെ എൻ ഡി എയിലുള്ള മറ്റു താരങ്ങൾ ആരാ? എൻ ഡി എയിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അനൂപ് ആന്റണി ഇപ്പം പിന്നെ പ്രധാനമന്ത്രിയുടെ സുഹൃത്താണ്. സിംഗിൾ പോയിന്റ് കോണ്ടാക്ട് പേഴ്സൺ എന്നുള്ള ലെവലിലേക്ക് വന്നതോടുകൂടി അനൂപ് ആന്റണിയും ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ ഒരു യുവതാരങ്ങളാണല്ലോ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അനൂപ് ആന്റണി വരുന്നുണ്ട്. പിന്നെ വേറെ ആരാണ് നമുക്ക് അതുപോലെ പറയാൻ? ഷോൺ ജോർജ്. ഷോൺ ജോർജിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും മകനും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ഞാൻ ഷോൺ ജോർജിനെ ഓരോ തവണ വാച്ച് ചെയ്യുമ്പോഴും കാണുന്നത് പി സി ജോർജിന്റെ ആ പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് ഫേസ് ഉണ്ട്. അതിൽ നിന്ന് കടകവിരുദ്ധമായ ഒരു മുഖമാണ് ഷോൺ ജോർജ് മുമ്പോട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജിന്റെ അടുത്ത് ഏതോ ഒരു മാധ്യമത്തിന്റെ ലേഖകൻ ഈ പി സി ജോർജിന്റെ ഒരു കമന്റിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഷോൺ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ രീതി നിങ്ങൾക്കറിയാമല്ലോ, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഷോൺ ജോർജിന്റെ മകനാണ്, അല്ല പി സി ജോർജിന്റെ മകനാണ്. അപ്പൊ അത് തിരിച്ചറിയാനുള്ള ഒരു ശേഷി, അതായത് പി സി ജോർജിന്റെ ഈ പബ്ലിക് അട്ടറൻസുകൾ പലതും ഉചിതമായ രീതിയിലല്ല, അല്ലെങ്കിൽ അതൊരു പൊതു ഇടത്തിൽ പാലിക്കേണ്ടതല്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളൊരു മകനായിട്ടാണ് ഞാൻ ഷോൺ ജോർജിനെ കാണുന്നത്. അല്ല, ഷോണിനൊരു ചെറിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. സെറ്റ് ബാക്ക് അല്ല ഞാൻ പറയുന്നത്, ഷോണിൻ്റെ ഒരു വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു പ്രധാനമന്ത്രി പാലായിൽ വരിക എന്നുള്ളത്. അതെ, പക്ഷേ അത് പ്രതീക്ഷിച്ചു. ആദ്യം പാലായാണ് പറഞ്ഞത്, പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ പാലായിൽ മീറ്റിംഗ് നടന്നില്ല. പിന്നീട് കോട്ടയത്ത് വന്ന് തിരുവല്ലയ്ക്ക് മാറിപ്പോയി. പക്ഷെ ഒരുപക്ഷെ പാലായിൽ മോദി വന്നിരുന്നെങ്കിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാവുമായിരുന്നു. മോദി വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും പാലായിലും മാറ്റം ഉണ്ടാകാം. പക്ഷെ ഷോൺ അവിടെ നല്ലൊരു ഫൈറ്റ് കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ 1-ാം സ്ഥാനത്ത് ഷോണാണ്. ഷോൺ 4 or 5 തവണ വീട് കയറി കഴിഞ്ഞു. വീട് കയറി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പേ തന്നെ 1-1.5 മാസം മുമ്പ് തന്നെ ഷോണിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്ന് മാത്രമല്ല, അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോസ് കെ മാണി മത്സരിക്കുമോ ഇല്ലയോ എന്നൊരു തർക്കം ഉണ്ടായിരുന്നു. ജോസ് കെ മാണിക്ക് ഭയമായിരുന്നു അവിടെ മത്സരിക്കാൻ. അല്ല അങ്ങനെ ഇപ്പം ഷോൺ ജോർജ് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബിഹേവിയർ, പബ്ലിക് ബിഹേവിയർ എന്ന് പറയുന്ന സാധനം അത് ശ്രദ്ധിക്കപ്പെടേണ്ട സംഗതിയാണ്. അത് നമുക്ക് അത്ഭുതം തോന്നും പല സന്ദർഭങ്ങളിൽ. മാത്രമല്ല ചില വിഷയങ്ങൾ പഠിക്കുന്നതിനകത്തൊക്കെയുള്ള താല്പര്യങ്ങളും ഒക്കെ ഷോൺ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അപൂർവം ചില താരങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ. പക്ഷേ ഞാൻ മറ്റൊരു താരത്തെക്കുറിച്ച് പറയും, ജി സുധാകരൻ. കറക്റ്റ്. ജി സുധാകരൻ പുതിയ താരല്ല, പഴയ പടക്കുതിരയാണ്. പക്ഷേ അദ്ദേഹം ഇക്കാലം അത്രയും കൊണ്ടു നടന്ന പ്രത്യയശാസ്ത്രം എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിക്കുന്നു. അല്ല, ജി സുധാകരൻ്റെ ഒരു ഇലക്ഷൻ്റെ ഒരു
താരത്തേക്കാൾ ഉപരി ഉം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക മുഹൂർത്തത്തിലൊരു താരവും കൂടിയാണ് സുധാകരൻ. ഉം. കാരണം സുധാകരൻ പാർട്ടിയെ പിളർത്തിയൊന്നുമല്ല പുറത്തേക്ക് അതെ. പോയിരിക്കുന്നത്. അവിടെയാണ് സുധാകരനെ പുറത്താക്കിയതുമല്ല. ഉം. സുധാകരൻ സുധാകരൻ പോയതാണ്. സുധാകരൻ ഒഴിവായതാണ്. സുധാകരനെ പുറത്താക്കി എന്ന് പറയാൻ CPM ധൈര്യമില്ല ഇത് ഇതുവരെ. അല്ല, പുറത്താക്കിയിട്ടുമില്ല. പുറത്താക്കിയിട്ടില്ല. കാര്യം പിന്നെ മെമ്പർഷിപ്പ് ഇല്ല. മെമ്പർഷിപ്പ് എടുത്തില്ല. പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒഴിഞ്ഞിഞ്ഞ് പോരുന്നു. ഉം. അപ്പോൾ ആരെയും കൂടെ കൊണ്ടുപോകുന്നു പ്രഖ്യാപിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു അതേ സമയത്ത് മറ്റേ TK ഗോവിന്ദൻ അങ്ങനെയല്ല. ഉം. TK ഗോവിന്ദനെ പാർട്ടി പുറത്താക്കിയത്, അതെ, അതുപോലെ V കുഞ്ഞികൃഷ്ണൻ പുറത്താക്കി. ഉം. പക്ഷെ സുധാകരൻ അതല്ല. അവിടെയാണ് സുധാകരൻ താരമാവുന്നത്. CPM പുറത്താക്കാൻ പറ്റിയില്ല. CPM പുറത്താക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. CPM സുധാകരൻ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് സംഭവിച്ച സംഗതിയൊന്നുമല്ല. ഉം. ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സുധാകരൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, സുധാകരൻ ആലപ്പുഴ CPM-നകത്തേക്ക് കടന്നുകൂടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പൊളിറ്റിക്കൽ ക്രിമിനൽസ്, ഉം. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തിലേറെ. ഉം. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പം പോലും അദ്ദേഹം പറഞ്ഞു CPM-നകത്ത്, ആലപ്പുഴ CPM-നകത്ത് SDPI നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഉം. SDPI നേതാക്കളെ സ്വാധീനിക്കുന്നുണ്ട്, ഉം. SDPI നേതാക്കളെ ആലപ്പുഴ ജില്ലയിലെ CPM-ൻ്റെ നേതാക്കളാണ് SDPI പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് സജി ചെറിയാൻ്റെ പേരും പറയുന്നുണ്ട്, സലാമിൻ്റെ പേരും അദ്ദേഹം സലാമിൻ്റെ പേരും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ അദ്ദേഹം തുടങ്ങിയിട്ട് കുറേ നാളുകളായിരുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരനെ ആലപ്പുഴയിൽ ഒറ്റപ്പെടുത്താനുള്ളൊരു കാരണം. സ്വാഭാവികമായിട്ട് പാർട്ടിയിൽ തുടർന്നു വന്നിരുന്ന ഗ്രൂപ്പ് വഴക്കിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഔദ്യോഗിക നേതൃത്വവുമായിട്ട് അടുക്കുകയും ചെയ്തു. ആ ഔദ്യോഗിക നേതൃത്വത്തിലുള്ള അടുപ്പമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിയുടെ ബാഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ബാഡ് ബുക്കിലാകാൻ, സുധാകരൻ ബാഡ് ബുക്കിലാകാൻ കാരണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ CPM-നകത്ത് ഒരു രാഷ്ട്രീയമായ ഒരു പ്രസക്തി തനിക്കില്ല എന്നുള്ളത് സുധാകരൻ മനസ്സിലാക്കുന്നു. ഇതായി പറഞ്ഞ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് ഈ സുധാകരൻ്റെ ഈ കൊഴിഞ്ഞുപോക്ക്, അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കെന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഒഴിവാകലാണ്. സുധാകരൻ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ആലപ്പുഴയിലെ, കാരണം ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ സുധാകരനായിരുന്നു, CPM എന്ന് പറഞ്ഞാൽ സുധാകരനായിരുന്നു, CPM എന്ന് പറഞ്ഞാൽ സുധാകരനുമായിരുന്നു. അങ്ങനെയായിരുന്നു. അവിടെയുള്ള ഈ നേതാക്കന്മാരെയൊക്കെ വളർത്തിയെടുത്തതും ഒക്കെ തന്നെ ഈ സുധാകരൻ്റെ ഒരു പ്രവർത്തന രീതിയും ശൈലിയും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആലപ്പുഴയിൽ ഈ സുധാകരൻ സാറാണ്, അവിടെ എല്ലാവർക്കും സുധാകരൻ സാറാണ്. പലപ്പോഴും നമ്മൾ ഈ ടെലിവിഷനിൽ പല അഭിമുഖങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പോലും ഈ സാധാരണക്കാരുടെ അടുത്തൊക്കെ നമ്മുടെ ചാനൽ പ്രവർത്തകരൊക്കെ ചോദിക്കും സുധാകരൻ്റെ എങ്ങനെയാണ്, ജയിക്കുമോ ഇല്ലയോ. അത് തെരഞ്ഞെടുപ്പ് ഇത് വരുമ്പോൾ അറിയാം. വളരെ അപൂർവ ആൾക്കാർ മാത്രമേ ഉള്ളൂ സുധാകരൻ പാർട്ടിയെ വഞ്ചിച്ചു എന്ന് പറയുന്നത്. മാത്രമല്ല സുധാകരൻ സാർ എന്നും പറഞ്ഞിട്ടാണ് അവരും സംസാരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഉള്ളിൽ സുധാകരനെ ആത്മാർത്ഥമായിട്ടൊരു വിദ്വേഷത്തോടെ കാണാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയും ഒരുപാട് കാര്യമുണ്ടെന്ന് പാർട്ടിക്കറിയാം. അതെ, സുധാകരൻ്റെ ആത്മാർത്ഥതയെ ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. പാർട്ടി അണികൾക്ക് പോലും ആലപ്പുഴയിലെ അല്ലെങ്കിൽ ആലപ്പുഴ ആ ജില്ലയിലെ പാർട്ടി അണികൾക്ക് സുധാകരൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് അവിടുത്തെ പാർട്ടി അണികൾ നേരിടുന്ന ഒരു മാനസികമായ ഒരു സംഘർഷം അല്ലെങ്കിൽ സംഘടന എന്ന് പറയുന്നത്. ഇത് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്തുകൊണ്ട് സുധാകരൻ്റെ ആത്മാർത്ഥതയെ അവർക്ക് സ്വീകാര്യമാകുമ്പോൾ മറ്റ് പലതിനെയും അവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് പല പ്രവണതകളുടെ എതിർപ്പാണ് സുധാകരൻ്റെ ആത്മാർത്ഥതയെ അവരുടെ ഉള്ളിൽ നിഴലിപ്പിക്കുന്നത്. ഇതൊക്കെ വോട്ടേഴ്സിൻ്റെ മനസാക്ഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അവരുടെ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുധാകരനെ പോലൊരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുന്ന സമയത്ത് സുധാകരൻ വോട്ട് ചെയ്തിരുന്ന ആൾക്കാരും സുധാകരനെ അറിയാവുന്ന ആൾക്കാരും സുധാകരൻ പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്കും മറിച്ച് വോട്ട് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും. ഇത് വളരെ ഒരു എന്താ പറയുന്നത്, ഇത് നിർണായകമാകാനും സാധ്യതയുണ്ട്. വിശേഷം കോൺഗ്രസിൻ്റെ UDF-ൻ്റെ പിന്തുണയുമുണ്ട്. സുധാകരൻ എന്തായാലും കുറേ വോട്ട് സുധാകരൻ്റെ വ്യക്തിപരമായിട്ടുമുണ്ട്. പിന്നെ സുധാകരൻ അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ
ഈ സി പി എമ്മിലൊക്കെ പണ്ട്, കാരണം ഈ സി പി എമ്മിനകത്ത് പ്രയോഗിച്ച പ്രയോഗങ്ങളെല്ലാം സുധാകരൻ അറിയാൻ വയ്യാത്ത പ്രയോഗങ്ങളില്ലല്ലോ. ഇപ്പൊ സുജാത അവിടെ മുല്ലപ്പൂ വെച്ചു, മുല്ലപ്പൂ നായർ വീടുകളിൽ നായർ മാത്രം വീടുകളിൽ പോകുന്നു. അത് നമ്മൾ ഒരു സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ ഒരു കവി ആയതുകൊണ്ട് വന്നതല്ല. സുധാകരൻ അത് വളരെയധികം ആലോചിച്ച് ആസൂത്രിതമായി ആലോചിച്ച് കൃത്യമായി കാച്ചിയ കാച്ചാണ്. അതിന്റെ കാരണം എന്താ അറിയോ? അതാ പറഞ്ഞ സുധാകരന്റെ ഈ ബുദ്ധി, സുധാകരന്റെ ബുദ്ധി കടമെടുക്കേണ്ട ആവശ്യമില്ല. ജി സുധാകരന്റെ ബുദ്ധി ആരുടെയും കയ്യിൽ നിന്ന് കടം വായിക്കേണ്ട ആവശ്യമില്ല. കാരണം സുധാകരൻ നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. സുധാകരന്റെ ഭാര്യ ഈഴവ സമുദായത്തിൽപ്പെട്ട യുവതി സ്ത്രീയാണ്. മനസ്സിലായല്ലേ? അമ്പലപ്പുഴ മണ്ഡലത്തിലുള്ള ഈ ഒരു പ്രസ്താവന ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നുള്ളത് ഒരു വോട്ടറുടെ, സാധാരണ ഒരു നാട്ടിൻപുറത്തെ വോട്ടറുടെ ഒരു മാനസികാവസ്ഥ എന്ന് ചിന്തിച്ചു നോക്ക്. അതേപോലെ തന്നെ എച്ച് സലാമാണ് അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി അല്ലേ? ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ട് ഒരു ഹിന്ദു വോട്ടർ അല്ലെങ്കിൽ ഒരു നായർ വോട്ടർ അതല്ലെങ്കിൽ ഒരു ഈഴവ വോട്ടർ എങ്ങനെയായിരിക്കും ഇതിനെ അനലൈസ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കുക. അത് ആലോചിച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു പ്രസ്താവന സുധാകരന് ഗുണം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ സുധാകരൻ ഒരു താരമാണ്, സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു താരം സുധാകരനാണ്. പിന്നെ ടി കെ ഗോവിന്ദൻ പോലും അത്രയും വലിയ താരമല്ല. അതെ അതെ. അപ്പം ആ രീതിയിൽ നോക്കുമ്പം ഒരു പൊളിറ്റിക്കൽ സ്റ്റാർ എന്ന് പറയാവുന്നത് സുധാകരൻ തന്നെയാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഏറ്റവും മുമ്പിൽ നിർത്താൻ പറ്റും. കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് അമ്പലപ്പുഴയിൽ കൗതുകം ഉണ്ടാവുന്നില്ല ഇല്ലേ? അത് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൗതുകം ഉണ്ടാവുന്ന അമ്പലപ്പുഴയിൽ എന്തായി എന്ന് ആലോചിച്ചു. അതിനുശേഷമായിരിക്കും പിന്നെ നമ്മൾ പാലക്കാട്ടേക്കും അതേപോലെ തന്നെ പേരാമ്പ്രയിലേക്കും മഞ്ചേശ്വരത്തേക്കും ഒക്കെ നമ്മൾ പോകുന്ന അതിന് ശേഷമായിരിക്കും. കാരണം പിന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു സംഗതിയാണ്. അപ്പൊ അമ്പലപ്പുഴയിലെ ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം അറിയാൻ പറ്റും. അതെ അതെ അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വശങ്ങളുണ്ട്. പക്ഷേ എങ്കിലും പൊതുവെ നോക്കുകയാണെങ്കിൽ നമുക്ക് താരങ്ങളില്ലാത്ത, താരപ്രഭയില്ലാത്ത ഒരു രണ്ട് മുന്നണികൾ അത് വലിയൊരു അപജയമാണ്. കാരണം യുവാക്കളും CPM ആണ് ഇത്തരം യുവാക്കളെയൊക്കെ രംഗത്തിറക്കുന്നത്. പിന്നെ പുതിയ താരങ്ങൾ വരണ്ടേ? ഉദാഹരണത്തിന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ അതിമനോഹരമായ അതിപവിത്രമായ ഒരു ഭരണഘടന നമുക്കുള്ളത്. അപ്പോൾ കേരളത്തിൽ വളരുന്ന അല്ലെങ്കിൽ പാർട്ടി BJP ആണെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുക. കാരണം BJPക്ക് മാത്രമേ താരങ്ങളെ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, യുവാക്കളെ കുറെ പേര് ഒരു പുതിയതായിട്ട് ഇറക്കി. ഒരു പുതിയ പാർട്ടി ആയതിൻ്റെ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ആയതിൻ്റെ ഒരു പ്രത്യേകതയും BJPയെ സ്വാധീനിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതായാലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഈ നല്ല യുവാക്കളും നല്ല വ്യക്തികളും ഇതിൻ്റെ മുൻനിരയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ നമ്മുടെ ഭരണഘടന അത് അവരുടെ കൈകളിലൂടെയാണല്ലോ പ്രയോഗിക്കപ്പെടുന്നത്. അതിൻ്റെ ആ ഒരു മഹത്വവും അതിൻ്റെ പ്രയോജനവും നമുക്ക് അപ്പോഴാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ലഭ്യമാവുകയും ചെയ്യുക. ഏതായാലും നമ്മൾ പറഞ്ഞ താരങ്ങൾ ആതിര, അനൂപ്, ഷോർട്ട് ജോർജ്, ജി സുധാകരൻ ഇവരൊക്കെ നക്ഷത്രങ്ങളാണ്. ഇവർ നിയമസഭയിൽ പ്രകാശം ചൊരിയട്ടെ.